ഏഹ്യക്കുട്ടൻ മുന്നേ 2 കൈ വെച്ചിട്ടായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക് പുറത്ത് കൊണ്ടുപോകാനും ഫുഡ് കൊടുക്കാനും ഒക്കെ. ഇപ്പോൾ ഒറ്റ കൈ വെച്ച് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. മെസ്സി പ്ലേയും കുറേയധികം മാറിയിട്ടുണ്ട്. എന്നാലും ഫുഡ് കഴിക്കുമ്പോൾ കുറച്ച് ലാസ്റ്റൊക്കെ കുറച്ച് മെസ്സി ആക്കാറുണ്ട്. അത് ഒരു ബിഹേവിയറിൻ്റെ പാർട്ടായിട്ടും സെൻസറിയുടെ ഇഷ്യൂസ് കൊണ്ടൊക്കെയാണ് ആൾ കാണിക്കുന്നത്. എനിവേ ആളിപ്പം നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇവൻ്റെ ഡിഫിക്കൽട്ട് ടൈമിലൊക്കെ ഞാൻ ഒരുപാട് തെറാപ്പിസ്റ്റുകളെയും ഒക്കെ കണ്ടിരുന്നു. പക്ഷെ ആരും തന്നെ എൻ്റെ കുഞ്ഞിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പലരും പിന്നെ സെഷൻ തരാമെന്ന് പറഞ്ഞിട്ട് വിളിക്കാതെ ആയിട്ടുണ്ട്. പിന്നെ വേറെ പല പേരൻസിനോടും എൻ്റെ കുഞ്ഞിനെ പറ്റി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഈ കുട്ടിയെ നേരെയാക്കാൻ പറ്റില്ല എന്നുള്ളത്. അതൊക്കെ എനിക്ക് ഒരുപാട് പെയിൻ ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെയാണ് ഞാൻ മക്കൾക്ക് വേണ്ടിയിട്ട് സ്വന്തമായിട്ടൊരു സ്കൂൾ തുടങ്ങിയതും അവരെ ട്രെയിനിങ് ചെയ്യിക്കാൻ തുടങ്ങിയതും. എന്ത് മോനെ എന്ത് ഇതെന്തിന്റെ ലീഫാണ്? ഇതെന്തിന്റെ ലീഫാണ്? റോസയുടെ ലീഫാണല്ലേ? റോസാ ചെടിയുടെ ലീഫാണല്ലേ? നമ്മള് റോസാപ്പൂവിന്റെ ലീഫ് കണ്ടല്ലേ? നമുക്കിവിടെ ഇങ്ങനെ വരച്ചാലോ? ഉമ്മി ഒരെണ്ണം വരയ്ക്കട്ടെ? ഉമ്മി വരയ്ക്കട്ടെ? ഈ ഒരു ലീഫ് കൊണ്ടിട്ട് ഉമ്മി വരച്ചാലോ? പാട്. One, two. One, two, three, four, five. One sick artificial life. പാട്.